ഞാനിപ്പോൾ സ്ട്രെസ്സിൻ്റെ ഒരു സ്ട്രെസ്സ് എനിക്ക് ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ സിമ്പിൾ മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഈ സ്ട്രെനം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, നമ്മുടെ ഈ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഈ ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ പതുക്കേനെ പ്രസ് ചെയ്യുക, ഈ കൈ കൊണ്ട് അല്ലെങ്കിൽ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ബോഡിയിൽ സ്ട്രെസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കേസ് പറഞ്ഞു, ഞാൻ നല്ല പ്രസ് ചെയ്യുന്നുണ്ട്, എന്നാലും എനിക്കിപ്പോൾ അങ്ങനെ പെയിൻ ഇല്ല. സോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇവിടെ പെയിൻ ഉണ്ടാവും. ഈ നമ്മുടെ സ്ട്രെനം ഈ ഭാഗം എന്ന് പറയും, ഈ ചെസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റീസൺ ആയിരിക്കാം നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ലങ് ഇൻഫെക്ഷൻ ഉണ്ടായി, അപ്പോഴും ഇവിടെ എല്ലാം പെയിൻ ഉണ്ടാവും. പക്ഷേ അതൊന്നും ഇല്ലാണ്ടാണ് ഇത് ഇവിടെ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇത് സ്ട്രെസ് എന്നാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയാം, ഈ ഭാഗത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ T1, T2, T3 ഭാഗം എന്ന് പറയും, ഇത് നമ്മുടെ തൊറാസിക് റീജിയൻ എന്ന് പറയും. ഈ ഭാഗത്ത് നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ T1, T2, T3 ഈ ഭാഗത്ത് നമുക്ക് പതുക്കെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്കിങ്ങനെ തൊടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് സ്ട്രെസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? ഇത് ഡയഗ്നോസ് ആയി, ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഇതുണ്ട്. ഇനി എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞില്ലേ, മരുന്നില്ലാണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ? അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ മെത്തേഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്, നമ്മളിപ്പോൾ ഈ ഭാഗം നമ്മുടെ ഈ ബ്രെയിനിൽ നിന്ന് നമ്മുടെ നെർവ്സ് എല്ലാ ഭാഗത്തേക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ കെമിക്കൽ ഉണ്ടാക്കണം, ഇത് ചെയ്യണം, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എല്ലാം നടക്കണം നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. നമ്മുടെ ബോഡി എല്ലാം കൺട്രോളാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ സിസ്റ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതെങ്കിലും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കെമിക്കൽസിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ടാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഭാഗത്ത് ഈ ചെവിയുടെ ചോട്ടിൽ നിന്ന് ഇവിടെ വരെ പൗഡറിന് ഇടാം, അല്ലെങ്കിൽ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്നും ഇല്ലാണ്ടും ചെയ്യാം. 16 പ്രാവശ്യം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഇത് ലെഫ്റ്റ് സൈഡ് തന്നെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ അപ്പം തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 റൈറ്റ് സൈഡിൽ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ചെയ്തു, പിന്നെ റൈറ്റ് സൈഡിൽ ഞാൻ 16 ടൈംസ് ഈ ചെവിയുടെ ചോട്ടിൽ നിന്ന് ഇവിടത്തെ വരെ ഞാൻ ഇങ്ങനെ ഒരു വിരലുകൊണ്ട് മസാജ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 1/2 minute to 45 seconds വരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് പ്രാവശ്യം ചെയ്യുക. സെയിം തന്നെ 16 പ്രാവശ്യം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, 16 പ്രാവശ്യം ഇവിടെ റൈറ്റ് സൈഡിൽ. പിന്നെ 1/2 minute അല്ലെങ്കിൽ 45 seconds വെയിറ്റ് ചെയ്തിട്ട് 30 തൊട്ട് 40 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്ത് പിന്നെയും ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. അപ്പോൾ അത് 3 പ്രാവശ്യം നമ്മൾ ചെയ്യണം, 3 times. ഇപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാം. നമ്മൾ ഓഫീസിൽ പോണതിന് മുന്നേ ചെയ്യാം, അത് ഓഫീസിൽ ഇരുന്ന് ചെയ്യാം, ലഞ്ച് ടൈമിൽ ചെയ്യാം, രാത്രി ചെയ്യാം, ഉറങ്ങുന്നതിന് മുന്നേ 3 പ്രാവശ്യം ഓരോരോ മിനിറ്റ് ഗ്യാപ്പിൽ ഒരു 30 seconds തൊട്ട് 60 സെക്കൻഡ്സിനിടയിൽ 3 times ചെയ്യുക ഇതിനെ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗങ്ങൾ എവിടെ വേദന എന്ന് പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ തൊടുമ്പോൾ വേദന എന്നില്ല, ഈ കൈ കൊണ്ട് കൈപ്പത്തി കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പതുക്കേനെ പ്രസ് ചെയ്താൽ മതി. ഫാസ്റ്റ് ഉറക്കേനെ പ്രസ്സും ചെയ്യണ്ട, പതുക്കേനെ. എന്നിട്ട് 1, 2, 3, 4, 5, 6 പ്രാവശ്യം കൗണ്ട് ചെയ്യുക, പിന്നെ കൈ മാറ്റുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും 1, 2, 3, 4, 5, 6 കൈ മാറ്റുക. ഇങ്ങനെ 6 times ചെയ്യുക. 1, 2, 3, 4, 5, 6 സെക്കൻഡ്സ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്പീഡായിരിക്കില്ല നിങ്ങളുടെ, അപ്പോൾ അത് നോക്കിയിട്ട് 6 seconds പ്രസ്, അങ്ങനെ 6 times ചെയ്യുക. അതൊന്ന്. രണ്ടാമത്തത് ഞാൻ കാണിച്ചു തരാം. ഈ ബാക്ക് സൈഡിൽ നമ്മളുടെ ഈ പോയിന്റ് പറയും. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കൾ കഴിയുന്ന ഒരു പോയിന്റ്. ഇവിടുന്ന് നമ്മൾ വിരലുകൊണ്ട് 1, 2, 3, 4, 5, 6 ഇങ്ങനെ 6 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിരൽ ഇവിടെ മീറ്റ് ആവും സെൻറ്റർ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6 പിന്നെ അങ്ങനെ തന്നെ ഇവിടെ നിന്നോട്ട് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ നമ്മുടെ T1, T2 ഈ തൊറാസിക് റീജിയനിൽ നിന്ന് T1, T2 ആയിട്ട് വരും. ഈ 2 പോയിന്റ് വരെ നമ്മൾ പ്രസ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വെക്കണം. ഈ 3 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1 week തൊട്ട് 2 week ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ആവും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് ഹോർമോൺസ് ക്രിയേറ്റ് ആവും ബോഡിയിൽ.
നിങ്ങൾക്ക് പോസിറ്റിവിറ്റി വരും. അങ്ങനെയെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ ബോഡിയിൽ ചേഞ്ചസ് വന്നു തുടങ്ങി. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ കാരണം ഇതിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി റിസോൾവ് ചെയ്തു ഇഷ്യൂ. പക്ഷെ ഇതിൻ്റെ ഒരു അണ്ടർലൈൻ പ്രോബ്ലം ഉണ്ടാവാം. ഡൈജസ്റ്റീവ് സിസ്റ്റം അപ്സെറ്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീസൺസ് കാരണങ്ങളുണ്ടാവാം. സോ അത് നമ്മൾക്ക് ഇത് നിങ്ങൾക്ക് ഭേദമായിട്ട് തോന്നുന്നുണ്ട് 1-2 ആഴ്ചയിൽ ഇത് ശരി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്സിലേക്ക് കിടക്കാം. അതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ചിലപ്പോൾ ഓഫീസിലിരുന്നോ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ ചെയ്യാൻ പറ്റില്ല. ഓഫീസിലിരുന്ന് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും. അതിൽ പിന്നെ കുറച്ച് ഫുഡ് കൺട്രോൾ ഉണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിഞ്ഞാലും 1 മണിക്കൂർ മുന്നേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതെല്ലാം ചെയ്യാൻ പാടുള്ളൂ. ഈ എക്സസൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാം. പക്ഷേ ട്രൈ ചെയ്യുക, ഒരു 45 മിനിറ്റ്സ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് ഓർ ബിഫോർ ഹാവിങ് ഫുഡ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള എക്സസൈസസിന് വേണ്ടിയിട്ട് എൻ്റെ ഇമെയിൽ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ കണക്ട് ആയാൽ മതി. ഞാൻ ചെയ്യുന്ന ഏത് എക്സസൈസും അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞു തരാം. അത് എന്തിനാണ് നിങ്ങൾ ചെയ്താൽ അതുകൊണ്ട് ബെറ്റർ എന്താവാന്ന് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഹെൽപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ ആരെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്കും ചെയ്തു തരാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു തെറപ്പിസ്റ്റിനടുത്തോ അല്ലെങ്കിൽ പുറത്ത് എവിടെയും പോകേണ്ട ആവശ്യം വരില്ല. അതും നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾക്ക് പുറത്തുനിന്ന് നമ്മളൊരു സാധനം ഉള്ളിലേക്ക് കഴിക്കണില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യണില്ല. നിങ്ങൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ ഇത് പാരലായിട്ട് നടന്നു എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടാണ് ഇത് മാറ്റുന്ന മരുന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾ ആഫ്റ്റർ 10-15 ഡേയ്സ് കഴിഞ്ഞാൽ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചായിട്ട് മരുന്ന് കുറയ്ക്കണമെങ്കിൽ കുറച്ച് ട്രൈ ചെയ്തോളൂ. പക്ഷേ ഇതുകൊണ്ട് അങ്ങനെ ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മെഡിസിൻസ് കഴിക്കാണ്ട് തന്നെ ക്യൂർ ആവാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് നല്ല ഒരു ആഗ്രഹത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് yoghealing.com എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ യോഗിക് എക്സസൈസസ് ത്രൂ എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് റിലീഫ് കുറയ്ക്കുക, എങ്ങനെയാണ് BP ഷുഗർ കുറയ്ക്കുക, എങ്ങനെയാണ് നമ്മൾ ഹാർട്ട് ഡിസീസസ് ഇല്ലാണ്ടാവുക, അതെല്ലാം ഞാൻ ഇനി വരാൻ പോകുന്ന സമയത്ത് കുറേ ഡോക്യുമെൻറ്റ്സും പ്രൂഫ്സിൻ്റെ കൂടെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. So thank you and we'll see you soon.